നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് പടവലങ്ങ തോരനാണ്. ഇത് പ്രത്യേക രീതിയിൽ ഞാൻ തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും അത് കാണണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് അവന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത്, നമുക്ക് പടവലങ്ങ വേണം, ക്യാരറ്റ് വേണം, സവാള വേണം, 2-3 പച്ചമുളക് നമ്മൾ എരിവ് എത്ര വേണോ അതനുസരിച്ച് നമ്മൾ പച്ചമുളക് എടുക്കേണ്ടത്. നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കൊത്തി അരിയാം. എനിക്കൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്. എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും ഈ ചാനൽ മുമ്പോട്ട് പോകാൻ നിങ്ങളുടെ സഹായം വേണം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്നോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം എടുത്ത് നമുക്ക് കളയണം കേട്ടോ. എന്നിട്ട് നമ്മൾ വൃത്തിയായിട്ടൊന്ന് കഴുകണം. എല്ലാം എടുത്ത് അതിൻ്റെ അകത്തെ കുരുക്കളെല്ലാം എടുത്ത് കഴുകിയിട്ട് വൃത്തിയായിട്ട് കഴുകണം. നമ്മളിങ്ങനെ ഞാൻ ഇരുമ്പ് വെച്ചാണ് അരിയുന്നത്. ഇങ്ങനെ കൊത്തിയായിട്ട് അരിയണം. ഇങ്ങനെ കുഞ്ഞായിട്ട് ഇതരിയണം. ഏറ്റവും നല്ലതാണ് പടവലങ്ങ തോരനുണ്ടെങ്കിൽ വേറെ കറികളേ വേണ്ട. അത്രയ്ക്ക് നല്ലതാണ് പടവലങ്ങ തോരൻ എന്ന് പറയുന്നത്. പടവലങ്ങയും ക്യാരറ്റും കൊഞ്ചും ഇട്ട് തോരൻ വെച്ചാൽ അത്രയ്ക്ക് വേറെ ഒരു കറിയും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ തോരൻ എന്ന് പറയുന്നത്. നമ്മൾ പടവലങ്ങ അരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ഒരു ക്യാരറ്റ് ഇടാം. അതിനകത്തോടെ നമുക്ക് ഈ ഒരു സവാള അരിഞ്ഞിടാം. സൈസുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ 3 പച്ചമുളക് ഇടാം. നമുക്ക് പച്ചമുളക് ഇങ്ങനെ കീറി അരിയണം. എങ്ങനെയാണെന്ന് നിങ്ങളുടെ രീതിക്ക്, ഞാൻ ഇങ്ങനെ കീറിയാണ് ഇടുന്നത്. ഇപ്പം എരിവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കണമെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. എത്ര തേങ്ങ? അത് അരമുറി തേങ്ങയാണ്. നമുക്കിതിനകത്തോട്ട് ചേർക്കാം. ഒരുപാട് തേങ്ങ വേണ്ട. ഒരുപാടായാലും കൊള്ളത്തില്ല. തോരനൊക്കെ ഒരുപാട് തേങ്ങ കൊള്ളത്തില്ല. അതിന് മീഡിയം തേങ്ങയാവാം. നമുക്ക് 2-3 കരിയാപ്പില ഇടാം. നമുക്കൊരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരുപാട് വേണ്ട മഞ്ഞൾപ്പൊടി. അതിന് പാകത്തിന് ഞാനിത് അര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാകത്തിന് വേണമെങ്കിൽ ചേർക്കാം. നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നത് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കണം. ഞാനൊന്ന് എല്ലാം കൂടി തേങ്ങയെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി വെക്കണം. നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമ്മളിതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലെടുത്തിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ചേർക്കാം. അതിനകത്തോട്ട് എല്ലായിട്ട് നമുക്ക് കടുക് താളിച്ച് വെക്കാം. ഒരു പാനിലെടുക്കാം. നമുക്ക് സ്റ്റവ് കത്തിക്കാം. പാനിലൊന്ന് ചൂടാവണം കേട്ടോ. അല്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാൻ. നമുക്ക് അതിനകത്തോട്ട് അല്പം കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടുന്ന നമുക്ക് ഇതിനകത്ത് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 കരിയാപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഇതെല്ലാം നമ്മൾ ഈ ചേർത്ത് വെച്ചേക്കുന്നതല്ലേ, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കൊഞ്ച് ഇത് ഞാൻ കഴുകി വറുത്ത് ഒന്ന് പൊടിച്ച് വെച്ചേക്കുവാണ്. ഇതുകൂടെ നമുക്ക് ഇങ്ങോട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒക്കെ ഒന്ന് വേവിയൊക്കെ ചെയ്യും. വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കൊഞ്ചാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. ഇതിൻ്റെ കൂടെ ഒരു കറിയും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഒരു വട്ടം വെച്ചാൽ നമ്മൾ എപ്പോഴും വെക്കും ഇങ്ങനെയുള്ള കറി. ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ നല്ലതാണ്. എൻ്റെ തൊണ്ട കുറച്ച് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയാസമുണ്ട്. എല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാം ഒന്ന് മിക്സാക്കി നമുക്ക് വെള്ളം ഒന്ന് തളിച്ച് വെക്കാം. ചെറുതായിട്ടൊന്ന്
ഒരു നുള്ള് വെള്ളം, ഒരുപാട് വേണ്ട, ഒരു തുള്ളി വെള്ളം. അപ്പോൾ കൈ ഒന്ന് തളിച്ച് വെച്ചാൽ മാത്രം മതി. ഇതിനകത്തൊക്കെ വെള്ളമുണ്ട്, അപ്പോൾ അത് കൈ ഒന്ന് തളിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട, നുള്ള് കൈ തളിച്ച് വെച്ചാൽ മതി. അതിനകത്ത് ഓൾറെഡി പടവലങ്ങ ഓൾറെഡി വെള്ളം ഉള്ളതാണ്. ഒന്ന് അടച്ച് വെക്കാം. ഇത് നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം ഇതെന്തോ ആയെന്ന് നോക്കാം. തോരനൊന്നും വലിയ വേവില്ല, അതിൻ്റെ എല്ലാം നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചൊന്ന് വേവിക്കാം. അടച്ച് വെക്കണ്ട, 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പറ്റണം. എന്നിട്ട് വേണം നമ്മൾ തുറന്ന് വെക്കണം. അപ്പോൾ വെള്ളമൊക്കെ പറ്റാനുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോവും. ആവി കൊണ്ടൊക്കെ ഒന്ന് ചിക്കി തോത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒരു നുള്ളി ഉപ്പിട്ടാൽ കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പടവലങ്ങയും ക്യാരറ്റും കുഞ്ചു കിട്ടുന്ന തോരൻ വെച്ച് കൊള്ളുന്ന ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം തന്നെ ഉപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതല്ലേ. ക്യാരറ്റും പടവലങ്ങയൊക്കെ നല്ല സാധനമാണ് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാൻ. ക്യാരറ്റ് പിള്ളേർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. ചപ്പാത്തിക്കാണ് ഏറ്റവും നല്ലത്. ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണത്. ഇങ്ങനെയാണ് എൻ്റെ പടവലങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.